ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചു? യോർദാന്റെ വൻകാട്ടിൽ എന്നുള്ളതിനേക്കാൾ ശരിയായ തർജ്ജമ യോർദാന്റെ കുത്തൊഴുക്കിൽ നീ എന്ത് ചെയ്യും? ശരിയായ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്, യോർദാന്റെ കുത്തൊഴുക്കിൽ നീ എന്ത് ചെയ്യും? കാലാൽപ്പഴയോടുകൂടി ഓടി, കുതിരകളോടുകൂടി ഓടി, അടുത്ത ഓടുണ്ട് യോർദാന്റെ കുത്തൊഴുക്ക് ജയിക്കണം. പലതും ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല, ജയിക്കേണ്ട യോർദാനെ ജയിക്കണം. യോർദാൻ കടന്നാൽ വാഗ്ദത്ത ദേശമാണ്, യോർദാൻ കടന്നാൽ വാഗ്ദത്ത ഭൂമിയാണ്, യോർദാൻ കടന്നാൽ വലിയ ദൈവിക വിടുതൽ വെളിപ്പെടാൻ പോകുക. സ്വന്തം ദൈവത്തിന്റെ ജനം പ്രത്യാശയിൽ കാത്തിരിക്കുന്നതും ഒരു വാഗ്ദത്ത നാടിനെയാണ്. ഇവിടെ 50 കൊല്ലം 30 ഓടി തളരാനല്ല, ഓടി ജയിക്കണം. ചില ഓടി തളർന്നിട്ടുണ്ട്, ഓടി ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി എന്തിനാ പോകുന്നത്, എന്തിനാ ഓടുന്നത്, എന്തിനാ ആരാധിക്കുന്നത്? തളർന്ന ഉള്ളികളുണ്ട്. തളരാനല്ല, ഓടി ജയിക്കണം. ജയിക്ക മാത്രമല്ല, എത്തേണ്ട സ്ഥാനത്തെത്തണം. ശക്തിയോടെ സ്വന്തം ആവർത്തന പുസ്തകവും 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു. നീ ഇന്ന് യോർദാൻ കടന്ന് അപ്പൊ ഇസ്രായേലിനോട് ദൈവം പറയുന്നത്, ഇസ്രായേലിൽ നിന്ന് പോകുന്ന ജനം ചെങ്കടൽ കടന്നു, അടുത്തത് യോർദാൻ കടക്കണം. യോർദാൻ കടന്നിട്ട് വേണം വാഗ്ദത്ത ദേശത്തോട് കാലുവെക്കാൻ. ഇസ്രായേലിൽ നിന്ന് പോകുന്നത് ശരിയാണ്, സ്നാനപ്പെട്ടതും ശരിയാണ്, ചെങ്കടൽ കടന്നതും ശരിയാണ്. എന്നാൽ നടക്കേണ്ട അടുത്തത് യോർദാനെ ജയിക്കുക എന്നുള്ളതാണ്. യോർദാന്റെ അടുക്കൽ വരുമ്പോഴാണ് ചില ഭീരുവായിട്ട് പോകുന്നത്, ചില അവിടെ തന്നെ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇന്ന് യോർദാൻ കടക്കണം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. അപ്പോൾ ലോത്ത് നോക്കി യോർദാനടിയിലുള്ള പ്രദേശം നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. അബ്രഹാമിനോട് ഇറങ്ങി തിരിച്ച ലോത്തിന് നീരോട്ടമുള്ളത് കണ്ടപ്പോൾ, യോർദാന് ഇക്കരത്തെ നീരോട്ടമുള്ള സ്ഥലങ്ങളും കൃഷിയും സമ്പൽസമൃദ്ധമായ പലതും കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇതാ നല്ലത്, ഇവിടെ താമസിക്കാം. ഇവിടുത്തെ പലതും നമ്മുടെ സ്വർഗീയ ദർശനം മങ്ങിക്കളയരുത്. ഇവിടെ ശ്രേഷ്ഠമായത് കാണാം, മനോഹരമായത് കാണാം, കണ്ണിനും ചെവിക്കും ഇഷ്ടമുള്ളത് കാണാം, ഹൃദയത്തിനും മനസ്സിനും പറ്റിയത് കാണാം. പക്ഷേ ഇത് വാഗ്ദത്തത്തെ തടയരുത്. നമ്മുടെ ലക്ഷ്യം ഇവിടെയല്ല, വാഗ്ദത്ത ദേശമാണ്. ലോത്ത് പറയുകയാണ്, യോർദാനിക്കര നീരോട്ടമുള്ള സ്ഥലമാണ്, ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഞങ്ങൾക്കിതാ ഇഷ്ടം. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം. എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾ കൊള്ളാവുന്ന പ്രദേശം, അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങൾ യോർദാൻ അക്കരെ കൊണ്ടുപോകരുത്. യോർദാൻ അക്കരെ കൊണ്ടുപോകരുത്. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ യോർദാൻ കടക്കണം. യോർദാൻ കടന്നാലാണ് വാഗ്ദത്ത ദേശം. 2.5 ഗോത്രം പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. 2.5 ഗോത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 ലക്ഷമാണ്. 5 ലക്ഷം ആളുകൾ പറയുകയാണ്, ഞാൻ ഇത് മതി, ഇവിടുത്തേത് മതി, നീരോട്ടമുള്ളതാണ്, ആടുമാടിനെ വളർത്താം, കന്നുകാലിയെ വളർത്താം, സമ്പൽസമൃദ്ധമാണ്, ഞങ്ങൾക്ക് അക്കര ദേശം വേണ്ട. ഓടി തളർന്ന അനേകരുണ്ട്, അക്കരയ്ക്ക് ഓടാൻ കഴിയും.
ഒന്നുമില്ലായിരുന്നു, ഉടുതുണിക്ക് വളർന്നില്ലായിരുന്നു. സ്തോത്രം. ഒരു കൊച്ചു ഓല വീട്ടിൽ താമസിച്ചതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 2 നിലയും 3 നിലയും വീട് തന്നു, നല്ല കാറ് തന്നു, നല്ല ശാപ്പാട് തന്നു. പിള്ളേരെ അണ്ടിപ്പരിപ്പും പിഷ്ടായും അത്തിപ്പുഴം കൊണ്ടുവച്ച് മുഴുവൻ വീട്ടിനകത്തിരിക്കുന്നു. തിന്നു തീർക്കാൻ പറ്റിയിട്ടില്ല. നന്മയുടെ കലവറയാണ്. ഇഷ്ടംപോലെ സാമ്പത്തികം വന്നു കഴിഞ്ഞു. ഞങ്ങൾ തിന്നും കുടിച്ചും ഇവിടെ ഒന്ന് കഴിഞ്ഞോണ്ട് ദൈവം തന്ന നന്മയ്ക്കകത്ത് ഒതുങ്ങി ഇവിടെ ഇരിക്കാനല്ല. ഇത് താൽക്കാലികമാണ്. ഇവിടെ വിടേണ്ടതാണ്. ഇവിടെ എന്റെ പ്രത്യാശ. ഇവിടെ വിട്ടു പോകേണ്ടവരാണ്. അല്പങ്ങളോട് യാത്ര പറയുക. ശക്തിയോടെ ശക്തിയോടെ അത്യാവശ്യം ജീവിക്കാൻ പറ്റിയ സാഹചര്യവും അതിനു വേണ്ട പണവും അതിനു വേണ്ട സാധ്യതകളും ഉള്ളപ്പോ ഇനി അക്കരയ്ക്ക് കഷ്ടം സഹിച്ച് യോഗത്തിന് പോയി കുത്തിയിരുന്ന് പാസ്റ്റർ പറയുന്ന പോലെ ഉപവാസം ഇരുന്ന് രാവിലെ കഴിക്കാറ്, ഉച്ചയ്ക്ക് കഴിക്കാറ്, പട്ടിണി ഇരുന്ന് സഭാപടി ഭയങ്കര കുത്തിയിരുന്ന് കൈ കൊണ്ടിച്ച് 5 വർഷം പറഞ്ഞ് പോകാൻ കാലം കൊണ്ട് പറ്റും. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടെ കിടന്നോളാം, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അങ്ങോട്ട് നിങ്ങൾ വരുന്നില്ല. നിങ്ങളുടെ കാര്യമല്ല, നല്ലൊരു ശതമാനം പെന്തിക്കോസുകാർക്കും ഇപ്പൊ ഇവിടെ കിടക്കാനാണ് താല്പര്യം. അത്യാവശ്യം ഇവിടെ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടന്ന് തീരാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം വിളിച്ചത് ഇവിടെ കിടക്കാനല്ല, അക്കരെ പോകാനാണ്. അതിനുവേണ്ടിയാണ് ഉപവാസം, അതിനുവേണ്ടിയാണ് പ്രാർത്ഥന, അതിനുവേണ്ടിയാണ് ആരാധന, അതിനുവേണ്ടിയാണ് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോർദാനെ ഇക്കരത്തെ കന്നുകാലിയെ വളർത്താനും മേച്ചിൽപ്പുറങ്ങളും ആടുമാടുകളെ വളർത്താനുള്ള സ്ഥലം കണ്ടപ്പോൾ 2 ഗോത്രം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെയാ താല്പര്യം കേട്ടോ. ഇത് ലോകമാണ്, ഇത് താൽക്കാലികമാണ്. നമ്മൾ ഓടി തുടങ്ങിയത് അക്കരെ പോകാനാണ്. ഇവിടെ ക്ഷീണിച്ച് നിൽക്കാനല്ല, ഇവിടെ ബലം ധരിക്കേണ്ട പ്രാർത്ഥനയാണ്, ശക്തി ഏറ്റെടുക്കേണ്ട പ്രാർത്ഥനയാണ്, അഭിഷേകം പുതുക്കേണ്ട പ്രാർത്ഥനയാണ്, ശക്തി ധരിക്കേണ്ട പ്രാർത്ഥനയാണ്, ബലം പ്രാപിക്കേണ്ട ശക്തി ധരിക്കേണ്ട പ്രാർത്ഥനയാണ്. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ നമ്മുടെ ശക്തി ഒന്ന് പുതുക്കണം. ഇന്ന് രാത്രിയിലെ നമ്മളൊന്ന് അഭിഷേകമാണ്. രാത്രി നമുക്ക് അഭിഷേകവും ആരാധനയും പദ്ധതി അന്ന് രാത്രി 3 മണി പ്രസംഗിച്ച് പോകാം. രാവിലെ വൈകിട്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരിക, അഭിഷേകം പ്രാപിക്കാനുള്ള അഭിഷേകം. ഇവിടെ വായിക്കുന്നത് കടലിക്കരയാണ്. ഇത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. യോശുവ 3:14. ഇവിടെ 3-ാമത്തെ ഒരു പാടെന്ന് പറയുന്നത്, പാസ്റ്റർ അക്കരെ കടക്കാൻ ആഗ്രഹമുണ്ട്, വളരെ ശ്രമിക്കുന്നുണ്ട്, മോഷിക്കാൻ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ യോർദാന്റെ വടക്ക് വരെ ചെയ്യും. പക്ഷേ ചെല്ലുമ്പോൾ വലിയ മേലൊഴുക്ക് വന്ന് ഞങ്ങളെ വിടാൻ തടയുക. അഭിഷേകം പ്രാപിക്കുന്നുണ്ട്, അന്യഭാഷ പറയണമെന്നുണ്ട്, കൃപാവരം ജപിക്കണമെന്നുണ്ട്, ദൈവാത്മത പ്രാപിക്കുന്നുണ്ട്,
പക്ഷെ യോർദാന്റെ അടുത്ത് വരെ ചെല്ലുമ്പോ അതിന്റെ തിരമാല മേലൊഴുക്കി ഞങ്ങളെ തടയുക. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വയ്യ. പ്രതികൂലങ്ങളെ കണ്ടു നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രതികൂലങ്ങളെ ജയിക്കാനുള്ള അഭിഷേകം ദൈവം നൽകുക. പോരാട്ടങ്ങളെ കണ്ട് തളരാനല്ല, അത് ജയിക്കേണ്ട ആത്മശക്തി ദൈവത്തിന് സ്തോത്രം പറയാം. ആളോട് ചോദിച്ചാൽ എന്തേലും തടസ്സം ഒന്നുമില്ലേ, എന്തേലും കാര്യമുണ്ട്. ഇവരവിടെ എന്ന് പറയുക യോർദാൻ ഇങ്ങനെ ഇറങ്ങി പറയുന്നു, തിരമാല കയറി വരുന്നു, കൊയ്ത്ത് കാലത്ത് കര കവിഞ്ഞൊഴുകുന്നു. എന്റെ മാസ്റ്ററെ വേണ്ടി ഞാൻ അങ്ങനെ പോയി പലവട്ടം പോകാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് വരാനൊന്നുമില്ല. പക്ഷെ ദൂത് നീ യോർദാൻ കടക്കണം, ദൂത് യോർദാൻ കടക്കണം. അപ്പൊ ഒരു വട്ടമാണ് പറയുന്നു, ഇത് മനോഹരമായ സ്ഥലമാണ്, ഞങ്ങളിവിടെ താമസിക്കണം. മറ്റു 2.5 ഗോത്രം പറയുന്നു, ഇവിടെ ആടിനെ മാനം തീറ്റ സൗകര്യമുണ്ട്, ഞങ്ങളുടെ നന്മ എവിടെയാണ്, ഞങ്ങൾ അനുഭവിച്ച് ഇവിടെ തിന്നു തീരേണ്ട, ഞങ്ങളിവിടെ കിടന്നോളാം. 3ാമത്തെ ഗ്രൂപ്പ് പറയുന്നു, ഞങ്ങൾ ആ വാതൊക്കെ വരെ എത്തുന്നുണ്ട്, പക്ഷേ തിരമാല അടിക്കുന്നത് കൊണ്ടും മേലൊഴുക്കൊണ്ടും കടക്കാൻ കഴിയുന്നില്ല. പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മെ തടയുന്നത് അങ്ങോട്ടുള്ള യാത്രയിലാണ്. ദാവീദ് പറഞ്ഞ കാര്യം പറയരുത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. വിശ്വാസമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടവരാണ്, കോട്ടകളെ ജയിക്കേണ്ടവരാണ്, വെല്ലുവിളികളെ പ്രഖ്യാപിക്കേണ്ടവരാണ്. ദൈവത്തിന്റെ ശക്തി അമിതവരെ നമ്മളെ പകരട്ടെ. ഇതിനെ ജയിക്കണമെങ്കിൽ മാനുഷ്യശക്തി പോരാ. ഇതിനെ ജയിക്കണമെങ്കിൽ ബോൺമീറ്റ് പിടിച്ചാൽ പോരാ. ഇതിനെ ജയിക്കണമെങ്കിൽ ചിക്കൻ 65 കഴിച്ചാൽ പോരാ. ഇതിനെ ജയിക്കണമെങ്കിൽ ആത്മബലം പ്രാപിക്കണം. ആത്മബലത്താൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. ഇന്ന് പകൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ ഭാഗ്യം എന്റെ ദൈവത്താൽ മതിച്ചാടി കിടക്കും. ശക്തിയോടെ സ്വന്തം വരാം. അഭിഷേകത്തിന്റെ ശക്തി ഈ പകൽ ജ്വലിക്കട്ടെ. കഴിഞ്ഞ 20 വർഷം നിങ്ങൾ പുറകോട്ട് നോക്കി. കഴിഞ്ഞ 20 വർഷം പുറകോട്ട് നോക്കിയാൽ നിങ്ങളുടെ വീടിന് വന്ന മാറ്റം, നിങ്ങളുടെ വാഹനത്തിൽ വന്ന മാറ്റം, നിങ്ങളുടെ തലമുറയുടെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും പൊസിഷനും ശമ്പളത്തിനും വന്ന മാറ്റം. ശൂന്യമായി കിടന്ന ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നു ചേർന്ന കാലം. ഒരു മുറി അടുക്കളയെ മാറി നടന്നാൽ തീരാത്ത പോലെ മുറിയിൽ വീഴുന്ന കാലം. വസ്ത്രങ്ങൾ ഏത് ഉടുക്കണമെന്നറിയാത്ത കഴിഞ്ഞ 20 വർഷം പുറകോട്ട് നോക്കിയാൽ ദൈവം തന്ന ഭൗതിക നന്മകളൊക്കെയുണ്ട്. എന്നാൽ കഴിഞ്ഞ 20 വർഷം പുറകിൽ നോക്കിയാൽ നമ്മുടെ ആത്മീയ സ്ഥിതി ഇതെങ്ങനെയുണ്ട്. സമാജത്തിന് പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ആത്മീയ നിലവാരം അങ്ങനെയുണ്ട്. നമുക്കൊന്ന് വിട്ട് ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? ചില മണിക്കൂറുകൾ പോരാടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ചില മണിക്കൂറുകൾ വചനം ധ്യാനിക്കാൻ പറ്റുന്നുണ്ടോ? ചില മണിക്കൂറുകൾ ആത്മശക്തി സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? കൃപാവരെ തൊലിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവശക്തി വ്യാപരിക്കാൻ കഴിയുന്നുണ്ടോ? യേശുവിന്റെ മഹത്വം കാണാൻ കഴിയുന്നുണ്ടോ? ഇന്നായെങ്കിൽ ഇന്ന് മുതൽ മറക്കത്താവേ, നിന്റെ മഹത്വം എന്നെ കാണിക്കണമേ. ശക്തിയോടെ
അത് 21 പേര് വന്ന് ഇന്ന് സഭാമുണ്ട്. ഇനി സഭാമുണ്ട് വേണ്ടി പ്രാർത്ഥിച്ചില്ല. വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലമുണ്ട്. ഇപ്പൊ അത്യാവശ്യം കർഷകർ അനുസരിക്കാൻ വിശ്വാസികൾ സ്വതന്ത്രം ഈ ഭാഷ എന്താ പ്രാർത്ഥിക്കുന്നത്? ഓളായി വിശ്വാസികളായി വിശ്വാസികൾ നന്മയായി നല്ല നല്ല വാസ്തവമാരെ കിട്ടുന്നുണ്ട്. എല്ലാ സംഗതിയും ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ആത്മീയ നിലവാരം നമ്മൾ മനസ്സിലാക്കണം. പഴയ കൃപ നമ്മുടെ മേലുണ്ടോ? പഴയ അഭിഷേകം നമ്മുടെ മേലുണ്ടോ? പഴയ ദൈവശക്തി നമ്മുടെ മേലുണ്ടോ? പഴയ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടോ? പഴയ ആത്മഭാരം നമുക്കുണ്ടോ? കൈകാലത്തിന്റെ അവിടെ നമുക്കുണ്ടോ? കരച്ചിലുണ്ടോ? ഉപവാസമുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് മടങ്ങി വരാം. നാടൻ ഭാഷ പറയും, വെള്ളത്തിൽ കൂട്ടത്തിൽ പാട്ടും എളുപ്പമാണ്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോഴാണ് നമ്മുടെ ആത്മീയ നിലവാരം. ഇത്രയും കാലമായി ഇന്നുവരെ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മീയ നിലവാരം എവിടെയാണ്? ഇത്രയും കാലമായിട്ട് ആത്മാവൊന്നും വിട്ട് ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ നില ഒന്നും കുറഞ്ഞതാണ്. ഇത്രയും നാളായി ഒരു പുതിയ ഭാഷകളെ വായി കിട്ടിയിട്ടില്ല. പ്രാർത്ഥിക്കാൻ നാം കഴിയുന്നില്ല. ആത്മീയ നില ഒത്തിരി പുറകിലാണ്. ഇന്ന് ശരം മുടങ്ങുന്ന എഴുന്നേറ്റാൽ ദൈവം പ്രാർത്ഥിക്കാൻ പോലെയാണ്. ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്കൊന്ന് ശരം മുടങ്ങി ഇന്ന് പകൽ നിങ്ങളോട് പറയാനുള്ള ദൂത ആത്മീയ നിലവാരത്തിന്റെ വർദ്ധനയെ കുറിച്ചാണ്. വഴി തുറക്കേണ്ട സമയത്ത് ദൈവം വഴി തുറക്കും. നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദൈവം വഴി തുറക്കും. ഇനി എന്ത് കിട്ടിയാലും ഇതെല്ലാം ഇട്ടേച്ച് നമ്മൾ പോകേണ്ടി വരും. ഇതൊന്നും കൊണ്ടുപോകാൻ നോക്കിയില്ല. കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. നിന്റെ പ്രവൃത്തികൾ നിന്നെ പിന്തുടരുകയാണ്. ദൈവസാന്നിധ്യം വ്യാപരിക്കുമോ? ദൈവശക്തി വ്യാപരിക്കുമോ? അഭിഷേകം അത്യന്ത ശക്തിയുടെ വ്യാപാരം ഈ ഹോളിൽ വ്യാപരിക്കുകയാണ്. അഭിഷേകം നമ്മെ സ്പർശിക്കുന്ന അഭിഷേകം, നമ്മെ ശക്തീകരിക്കുന്ന അഭിഷേകം. നിന്നെ വിടുവിപ്പാൻ ദൈവശക്തി. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ദൈവം കാണുവാൻ, ജീവിതത്തിന്റെ വേദനയിൽ പറിച്ചെറിയാൻ ഉഴുതുമറിക്കപ്പെടുന്നത് പോലെ കഴിഞ്ഞ കാലം ഉഴുതുമറിയപ്പെടാനോ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നറിയാതെ പാവിട്ട് തന്നെ ദിവസങ്ങൾ ഇന്നും അടങ്ങാത്ത യുദ്ധം. ചില വിഷയത്തെ മറയിട്ട് വെളിപ്പെട്ടുവരുടെ അനുഗ്രഹങ്ങളെ വൈദ്യങ്ങളെ തടഞ്ഞ് പോരടിക്കുന്ന ചില വ്യാപാരങ്ങൾ എന്റെ ജനത്തിന് നേരെ ഇന്നും യുദ്ധം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാസനോട് പറയുന്നു, 2024
അഭിഷേകത്തോടെ ജ്വലിച്ചു. നിന്റെ മുമ്പിൽ അനുഗ്രഹത്തിന്റെ വാതിൽ ദൈവം തുറന്നു. വലുതും സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്, എന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. 2025 ഒരു ജയത്തിന്റെ വർഷമാണ്, ദൈവപ്രവൃത്തിയുടെ വർഷമാണ്. സംഖ്യ 10:9 നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ജനിക്കുന്ന ശത്രുവിന്റെ നേരെ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായ കാഹളം മുതണം, എന്നാൽ ദൈവം വിടുവിക്കാൻ പോകുകയാണ്. ചില ജനിക്കേണ്ട പേരും ചില യുദ്ധങ്ങളുടെ പേരും വിടുതൽ പ്രഖ്യാപിക്കുന്ന സമയമാണെന്ന് ആത്മാവ് ദൂരെ പറയുന്നു. നമ്മൾ വായിച്ചതുകൊണ്ട് വാക്യം വായിച്ചത് കാലാൾപ്പട, കുതിരപ്പട, യോർദാന കുത്തൊഴി. ഇത് നമ്മുടെ 3 കഴിയുമ്പോൾ വിഷയത്തിൽ വിടുന്നതാണ്. അതിനെ ജയിക്കണം. അപ്പൊ യോർദാൻ കടക്കണം, പുറകെ നിൽക്കാനല്ല യോർദാൻ കടക്കണം. ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. തന്നെ കുറിച്ച് ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ചേർന്ന് താൻ യോർദാൻ കടന്ന 3 വിഷയമാണ് അവിടെ ഏലിയാവ് യോർദാൻ കടന്ന 3 പറഞ്ഞാണ് നമ്മുടെ ഈ യോഗവസാനം. പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവ് ആഹാബിനോട് എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം. ആകാശത്തിന്റെ വാതിലടയ്ക്കാൻ അധികാരമുള്ള മനുഷ്യൻ ഒറ്റ പ്രാർത്ഥനയിൽ ആകാശത്തിന് പെയ്തില്ല. പിന്നൊക്കെ പ്രാർത്ഥിച്ചു മഴ പെയ്തു. ഈ ദൈവദാസൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ ദൂത് പറഞ്ഞതിന് ശേഷം കെരീത്ത് തോട്ടിൽ ദൈവം അവനെ ഒളിപ്പിച്ചു. നമ്മൾ ഒളിക്കുന്നത് കൊണ്ട് ദൈവം ഒളിപ്പിക്കുന്നത് കൊണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയാലും നാം ഒളിക്കുന്നു. ദൈവം നമ്മെ ഒളിപ്പിക്കുന്നു. ഉപവാസം പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുക, ഒളിഞ്ഞിരിക്കുക, നമ്മൾ തന്നെ സമർപ്പിച്ചിരിക്കുക. എന്നാൽ ദൈവം ഒളിപ്പിക്കുന്നുണ്ട്. അവൻ കെരീത്ത് തോട്ടിൽ ദൈവം ഒളിപ്പിച്ചു. ദൈവം ഒളിപ്പിച്ചവനെ ഒരു ശക്തിക്കും കാണാൻ കഴിയില്ല. ദൈവം ഒളിപ്പിച്ചാൽ ഏത് അന്ധകാര ശക്തി, ഏത് ശത്രു നിലയ്ക്ക് പൊതിയാലും ദൈവം ഒളിപ്പിച്ചവനെ തൊടാനൊക്കത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമൊക്കെ സ്തോത്രം പറയുന്നു. ആ ദേശത്ത് ദൈവത്തിനെ ഒളിപ്പിച്ചെങ്കിൽ, ആ ജാതികളുടെ നടുവിൽ ദൈവത്തിനെ ഉറപ്പിച്ചെങ്കിൽ, ഒളിപ്പിച്ചെങ്കിൽ ദൈവപ്രവൃത്തി എത്ര വലിയതാണ്. കെരീത്ത് വന്നു, അവിടുന്ന് സാരാബാദിലെത്തി. അതൊക്കെ ഞാൻ വിട്ട് കളഞ്ഞല്ലോ. അടുത്തത് ആരാധനയാണ് നമ്മുടെ വിഷയം. പട്ടിണി കിടക്കാൻ പ്രശ്നമില്ല, പക്ഷെ ആരാധനയുള്ള ബന്ധത്തിൽ ഏലിയാവ് തീഷ്ണതയാണ്. ഇവിടെ വലിയ സംഭവം. 850 കാലാളുകൾ ഏലിയാവിനെതിരെ നിൽക്കുക. 850 കാലാളുകൾ. ഈശോയുടെയും അശേരയുടെയും ശക്തി 850 എണ്ണം തനിക്കെതിരെ നിൽക്കുമ്പോ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറായി. കൂടെ ആളുണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഏലിയ പറയുന്നത്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ ശരിയായ ഉറപ്പില്ല, 2 തോണിയിലാണ് കാരണം. ഒറ്റ മനുഷ്യൻ നിൽക്കുക. നേരം വെളുക്കുന്നതിന് വൈകുന്നേരം വരെ ഉറഞ്ഞു തുള്ളി ബാല ദൈവമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, തീ കൊണ്ട് ഉത്തരവാദിത്ത ദൈവമാണ് ജീവനുള്ള ദൈവം. രാവിലെ തൊട്ട് വൈകുന്നത് വരെ ഉറഞ്ഞു തുള്ളി ബാലെ 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 എന്ന് പറയുമ്പോ ഈ
ഇരിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ തോന്നാം ഇനി അതാണോ ശരി, ഈ ബഹളമല്ലാതെ ചെവിയോട് കേൾക്കുമ്പോ ഇനി അതാണോ ശരി തോന്നാം. പക്ഷെ ഉറച്ചു പറഞ്ഞു, തീ കൊണ്ട് ഉത്തരവാണെന്ന ദൈവമുണ്ട്. വെള്ളത്തിലും ഒച്ചയിലും പ്രസാദിക്കുന്ന ദൈവമല്ല, തീ കൊണ്ട് ഉത്തരവുള്ള ദൈവത്തെയാണ് വെളിപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ, നമ്മുടെ ദൈവം ശക്തിയേറിയ ദൈവമാണ്. അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഉൾപ്പടർപ്പിൽ കത്തുന്ന തീക്കകത്ത് വെളിപ്പെട്ടത് മോശയെ ബലപ്പെടുത്തി. 30,000 ആളുകൾ യുദ്ധത്തിനുണ്ടായിട്ട് അവരെല്ലാം അടിച്ചോടിച്ചു മാറ്റി ഇന്റർവ്യൂ പല നടത്തിയപ്പോൾ വെറും 300 പേരായി മാറ്റപ്പെട്ടു. ആ 300 പേർക്ക് കൊടുത്തത് എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട്. ഒരേക്കർ സ്ഥലം ഒരു വീടുമില്ല. 300 പേർക്ക് കൊടുത്തത് AK-47 തോക്കല്ല, വാളല്ല. 300 പേർക്ക് കൊടുത്തത് ഒരു കുടവും ഒരു കാഹളവും ഒരു പന്തവും. ഈ പന്തം നിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആത്മശക്തി പ്രാപിച്ച ദിവസം പന്തത്തിന്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ ഈ പന്തം പരിശുദ്ധാത്മാ ചെയ്യാനുള്ള പന്തം ദൈവത്തിന്റെ കൈ തന്നിട്ടുണ്ടെങ്കിൽ വിദ്യാന്റെ മുമ്പിൽ പരാജയപ്പെടേണ്ട. ഈ പന്തമായി പഠിച്ചോ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ശക്തിയോടെ ശക്തിയോടെ ഒരു തീപ്പന്തം ഏൽപ്പിച്ച ഒരുത്തനുണ്ട്. ഈ പന്തം കുടത്തിനകത്ത് വെച്ചോണ്ടിരിക്കാനല്ല, ഈ പന്തം തെളിയിക്കാനാണ്. 300 പേര് കൊട ഉടച്ച് കാഹള ഊതി പന്തം തെളിച്ചപ്പോൾ വിദ്യാന്റെ ശക്തികൾ ഓടി പരാജയപ്പെട്ടു. കൂടാരത്തിനകത്ത് പന്തം തെളിഞ്ഞാൽ, ദൈവം തന്ന പന്തം അകത്തു തെളിഞ്ഞാൽ, ദൈവസഭയ്ക്കകത്ത് തെളിച്ചാൽ നിനക്കെതിരെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളുടെ വിദ്യാന്റെ ശക്തികളും ജയം തരാൻ കഴിയുന്നത് ഈ ആത്മശക്തിക്കാണ്. ഈ പ്രാപിച്ച ദൈവശക്തി കളയുന്നു. നമ്മുടെ മേലേക്ക് ഒരു പന്തം തന്നിട്ടുണ്ട്, ഒരു തീപ്പന്തമാണ്. ഈ പന്തം ഒളിച്ചു വെക്കാനല്ല, ഈ പന്തം പറയണ വെക്കാനല്ല, ഈ പന്തം കട്ടിലെ വെക്കാനല്ല, ഈ പന്തം തെളിയിക്കേണ്ട പന്തമാണ്. കഴിഞ്ഞ 30 വർഷമായി, 40 വർഷമായി, 15 വർഷമായി, 8 വർഷമായി ദൈവം തന്ന പന്തം എവിടെ? അതിന്റെ ശക്തി എവിടെ? ആ പന്തം ജ്വലിക്കുന്നുണ്ടോ? ചില ആളുകൾ ശാന്തരാണ്. സഭയ്ക്ക് അവരെ കൊണ്ടൊരു ദോഷമില്ല, പാസ്റ്റർമാർക്ക് അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. ഒരു തലവേദന എന്തായാലും അവിടെ കൊടുക്കും, പാഷമല്ല പ്രാർത്ഥിക്കും, ഇതൊക്കെ നല്ല കാര്യമാണെങ്കിൽ ഒരു പാവം പോലെ ദൈവത്തെ നടത്തിയിട്ട് പോകണ്ട. അകത്ത് നമ്മൾ ആത്മശക്തി എന്തെന്നാണ് പാവമാണ്. സഭയുടെ സഭയെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച്, സഭക്കാരെ കുറിച്ച്
സാധനമായിട്ട് പോകും. സ്വതന്ത്രം പറഞ്ഞെങ്കിൽ പറഞ്ഞില്ലേ പിന്നെ നിർബന്ധിച്ച പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ അതിനും വരുന്നത്. അതൊക്കെ നല്ല കാര്യമാണെങ്കിലും ആത്മീയന്റെ അകത്ത് കത്തി ഒരു തീയുണ്ട്, ഒരു അഭിഷേകമുണ്ട്. ഇത് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അത് ജ്വലിപ്പിച്ചേ മതിയാവൂ. ആ ശക്തി ഒന്ന് പകർന്നേ മതിയാവൂ. അതിന്റെ പുറകെ കാലാൾപ്പട അത് നയിക്കുന്നത് 850 കാലാൾപ്പട തനിക്കെതിരെ പോയി നിരാശപ്പെടുത്താൻ നടക്കാൻ പോകുന്നില്ല. പല കാലാൾപ്പടകളും നമ്മളെ നിരാശപ്പെടുത്തും. ഇപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ തൊട്ടപ്പുറം ഒരു പെൺകൊച്ചുകൊണ്ട് അപ്പൻ മരിച്ചു. ആ പെൺകൊച്ചു നല്ലൊരു പഠിക്കില്ല. അവിടെ ആരെങ്കിലും മെഡിസിൻ പോകാനാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് മെഡിസിൻ പോകും. അവിടെ അപ്പന്റെ പെങ്ങൾ, അപ്പൻ മരിച്ചു, അപ്പന്റെ പെങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ ദൂരെ എത്തിച്ചിരിക്കും. നീ എന്തിനായിട്ട് പോകുന്നത്? കിട്ടാൻ പോകുന്നില്ല, നിനക്ക് കിട്ടത്തില്ല, നിനക്ക് കിട്ടത്തില്ല. കാലാൻ പ്രതികാരപ്പെടുന്നത് 2 മാസം പിന്നെ വരിക. എന്തുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല, നീ വരാൻ ന്യായീകരിക്കും. സ്വന്തം എന്ന് പറഞ്ഞാൽ എവിടെ മക്കള് പോയത് വേളിക്കൽ പോകരുത്. എന്റെ മുന്നിൽ പഠിക്കൽ വേളി പഠിക്കരുത്. രക്തബന്ധമാണെങ്കിലും ആത്മീയരാണെങ്കിലും ഈ കാലാൾപ്പടകൾ പോലെ നിലക്കുന്ന തലമുറ നിന്റെ ശുശ്രൂഷയ്ക്കും വളർച്ചയ്ക്കും പോരാടി നിന്നെ നിരാശപ്പെടുത്താൻ നിൽക്കുമ്പോൾ പാറിപ്പോകരുത്. ശക്തി ധരിച്ചോളാം. ശക്തിയോടെ പോയിട്ട് കാര്യമൊന്നുമില്ല. വേറെ എത്ര പൈസ ഇവിടുന്ന് എത്ര പേരാ കൃഷിക്ക് പോയി ജോലിക്കാറുള്ളൂ? എത്ര പേരാ ജോലി തന്നോടാൻ തുടങ്ങും? നിരാശപ്പെടുന്നു. സ്വന്തം കാലാൾപ്പട നിരാശപ്പെടുന്നു. കാലാൾപ്പട പുറകെ നടക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടി ശ്രമിക്കണ്ട, ശക്തിപ്പെടുന്നില്ല, ആ പണി മുക്കിയതില്ല, അത് നടക്കത്തില്ല. നിനക്കെന്തിന്റെ തലമുറയിൽ പറഞ്ഞ് നിരാശപ്പെടുത്തുമ്പോ അകത്തൊരു കാര്യം ഓർത്തോണം, ഈ ദൂത് തന്നത് ദൈവമാണ്. വാഗ്ദത്തം തന്നത് ദൈവമാണെങ്കിൽ അവൻ നിറവേറ്റാൻ ശക്തനാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം പറ. ഈ കാലാൾപ്പട നമ്മളെ ശീലിപ്പിക്കുന്നത് കാലാൾപ്പടയോട്
മിത്രങ്ങൾ, കൂടെ നടക്കുന്ന ദേശവാസികൾ, കൂടെ കമ്പനി ജോലി ചെയ്യുന്നവർ, കൂടെ ജോലി ചെയ്യുന്നവർ ഒക്കെ നമ്മൾ പുറത്തോട്ട് വിനാശപ്പെടും. നടക്കാൻ പോകുന്നവരെ വേണ്ടടാ, ശ്രമിക്കില്ല, നടക്കുന്ന ഹിതത്തില്ല, ഇങ്ങനെ കേരളത്തില്ല, അങ്ങനെ നടക്കത്തില്ല, കണ്ടാൽ കാണത്തില്ല, ഓർത്താൽ നടക്കത്തില്ല, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് പോരാടുമ്പോ ആത്മബലം പ്രാപിച്ചോളും. നാം അതിനെ ചെയ്യാൻ പോകുകയാണ്. ചില തലമുറയുടെ ഭാര്യയുടെ മക്കൾ വന്നിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്ന ചിലരെ വഴിയടച്ചു നിർത്തിയിരിക്കുന്നു. ഒരു ഒപ്പുമതി, ഒരു പേപ്പർ നീങ്ങിയാൽ മതി എന്ന തടസ്സമിട്ട് നിരാശപ്പെടുത്തി നടത്തിക്കാതെ പോരാടുന്നതിന് വെല്ലുവിളികൾ ഈ പ്രാർത്ഥനയുടെ വ്യാഴാഴ്ച തലമുറയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ആ വ്യാപാര ശക്തിയെ എണ്ണിച്ചുടാതെ അപ്പം പോലെ വല്ല കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ എവരോടിയേ പറ്റും. പല കുടുംബം രക്ഷപ്പെടുന്നത് യേശുവിലേക്ക്. അപ്പൊ അത് കേട്ടത് രാജാക്കൂടെ പോയതിന് കൊണ്ടുപോയി പലരും കൂടെ വളരെ കൂടെ നടക്കത്തില്ല, ജയിക്കത്തില്ല, പോയി കിട്ടാൻ പോകുന്നില്ല. ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആള് പറയുന്നത് നെഗറ്റീവായിരിക്കും. ആദ്യം പറയാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യർക്ക് വാരികാനാണ് എല്ലാം നെഗറ്റീവ്. ആ കാലാൽപ്പഴ പോരിലേക്ക് പോലെ വെട്ടുക. നിരാശപ്പെടുത്തുന്ന, പുറകോട്ട് വലിക്കുന്ന, ചിരിപ്പിക്കുന്ന, തളർത്തുന്ന അഴിഞ്ഞു മാറട്ടെ. പോയിട്ടൊന്നും കാര്യം നേതാക്കന്മാരെ സുഹൃത്തം ആ പ്രസിഡന്റ് IORC ആ പ്രസ്ഥാനം ആ പുള്ളി അവിടെ എന്തിനായി പോകുന്നത്? എന്തിനാണ് അവിടെ പറഞ്ഞു കാലാൽ ശീലിപ്പിക്കും. നമ്മളെ വിളിച്ചത് ആരെ കണ്ടോണ്ടല്ല, വിളിച്ചത് ദൈവമാണ്. ദൈവത്തെ കണ്ടോണ്ടാണ് നീ ഇറങ്ങിയത്. മനുഷ്യന്റെ മുഖത്തേക്ക് പോകേണ്ട കാര്യമില്ല. ആരൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മളും ദൈവമായിട്ടാണ് ബന്ധമുള്ളത്. അവനെ നമ്മെ വിളിച്ചതെങ്കിൽ അവിടെ എത്തിക്കാനും ദൈവശക്തനാണ്. കാലാൽ പടയോട് ഓടി ക്ഷീണിച്ചവരുണ്ട്. ചില ക്ഷീണിച്ച് വലിയ യോഗം വരുന്നില്ല, ക്ഷണിച്ചാൽ പിന്നെ ആരാധന വരുന്നില്ല. എന്തിനാ പറഞ്ഞത്? ഈ കൂട്ടത്തിൽ തന്നെ കാലാൽപ്പഴ കൂട്ടത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ് ഇസ്രായേലിന്റെ ആഭിചാരം. അപ്പൊ ഏലിയാവിനെ ഇവിടെ തകർക്കാനുള്ള കാലാൽപ്പഴയുണ്ട്, കൂടെ ഇസ്രായേലിന്റെ മന്ത്രവാദമുണ്ട്. നമ്മൾ വായിക്കുന്നത് അവിടെ പരസംഗവും മന്ത്രവാദവും ഇത്ര അധികമായിരിക്കുക. പ്രാർത്ഥിക്കുന്ന ഏലിയാവോട് പറഞ്ഞു, നാളെ ഈ നേരത്ത് അവൻ ഒരുത്തരെ പോലെ നീ ആക്കി തീർക്കും.
ജീവിതത്തോടുള്ള വെല്ലുവിളി. ഇതിന്റെ മുമ്പിൽ ദൈവമക്കൾ നടന്നു പോകണ്ട. ദൈവമാണ് നമ്മെ വിളിച്ചെങ്കിൽ പറഞ്ഞ ദിവസം വരെ നടത്താൻ ശക്തനാണ്. ഞാന് പല കാര്യങ്ങളുടെ ഓർമ്മയുണ്ട്. ഞാൻ കുറെ വർഷം ഇതെന്റെ സഭാ ശുശ്രൂഷയുടെ 40ാമത്തെ വർഷമാണ്. ഇന്നും സഭായാത്രയുണ്ട്. 40 വർഷം നടത്തിയ ദൈവം സ്തോത്രം ചെയ്യും. ഒത്തിരി 10-32 വർഷം മുമ്പ് പുതിയ സ്ഥലങ്ങളിലൊക്കെ വയനാട്ടിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധിയുണ്ടായിരുന്നു. ഉടനെ മൈക്കുവലും കൊണ്ട് വേഗം ഒരു ഷെഡ് വെച്ച് ആരാധന തുടങ്ങിയപ്പോൾ ആത്മാക്കൾ മുന്നോട്ട് വരാൻ തുടങ്ങി. എല്ലാ മാസവും സ്നാനമാണ്. ആളുകൾ കൂടി വരാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്തൊരു കൊല്ലം 2 പേരിൽ പ്രശ്നമുണ്ടാകും. എന്തുവരെ രക്ഷിക്കൊണ്ടിരിക്കുക. എൻ്റെ പേരിൽ 5 കേസ് ആരാധനയാണ് ബഹളമാണ്. എല്ലാ ആഴ്ചയും പ്രാർത്ഥന കഴിയുമ്പോൾ കൊണ്ട് കേസ് കൊടുക്കും പോലീസ് സ്റ്റേഷൻ. ഇതും കൂടാതെ SP, കളക്ടർ, DSP നാളോട് വേറെ ഒരിക്കൽ കള്ളയപ്പെട്ട് 150 പേരെ ഒപ്പിട്ടു മാസ് പെറ്റീഷൻ. പിന്നോടെ കൊടുത്തു. അങ്ങനെ ഒത്തിരി നാൾ ഞാൻ സഹിച്ചു. പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. ഇതുകൊണ്ടൊന്നും തകർക്കാൻ പറ്റുന്നില്ല. ആരാധന പുറപ്പെടുന്നില്ല. പോലീസുകാരെ തോന്നും, സർക്കിൾ തോന്നും, ഒരു ഞായറാഴ്ച സർക്കിൾ തോന്നുന്നു കേട്ടേക്ക് പോയി. ഇതുകൊണ്ടൊന്നും എന്നെ തകർക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ 30 പേരോളം ആളുകൾ ഒരു രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറുവടിയുമായിട്ട് പാട്ടേ കൊട്ടി വേണം ഉണ്ടായിരുന്നു. പണ്ട് വെളിച്ചെണ്ണ അവനൊരു പാട്ടുണ്ടായിരുന്നു. ഇപ്പൊ നീ അവരൊരു പാട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാനത് രാത്രി ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ ഇവരിങ്ങനെ ബഹളം ഉണ്ടാക്കി. രാത്രി 8 മണിയായി. ഞങ്ങൾ ഗ്രൗണ്ടിലോട്ട് ബഹളം ഉണ്ടാക്കി. അടിച്ചു ബഹളമൊക്കെ പ്രസംഗം നിർത്തിയില്ല. ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അന്നും പറഞ്ഞത് കർമ്മേലിയെ പ്രാർത്ഥനയെ കുറിച്ച്. ഇവർ കയറി വലിയ ഒരു 15 മിനിറ്റ് ചിലവല്ലോ ആത്മാവ് അന്യഭാഷ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വന്ന പുള്ളികൾ ഞങ്ങളുടെ പറമ്പിന്റെ അടുത്ത് വരെ വന്നതാണ്. കുട്ടി അകത്തോട് കയറാൻ തുടങ്ങില്ല. പക്ഷേ എന്നോട് തിരിച്ചു 30 പേര് തിരിച്ചു. പിന്നെ അവർ ചോദിച്ചു, നിങ്ങൾ വന്നിട്ടെന്താ തല്ലാനും കൊല്ലാനും തിരിച്ചോടിയത്? അവർ വന്നു കേൾക്കണോ? ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങളുടെ ഷെഡ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. ഷെഡ് കത്തുക. നല്ല മനസ്സിലായോ? അകത്തന്യ ഭാഷ പറഞ്ഞ ആത്മാവിനെ ആരാധിച്ചപ്പോ അവര് കണ്ടത് തീ കത്തുന്നതായിട്ടാ. അന്യഭാഷ അഭിഷേകം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. നിന്റെ തീ കത്തിയ ശത്രു കാണുന്നത് അത് തീയായിട്ടാണ്, അഗ്നിയായിട്ടാണ്. നിന്നെ തകർക്കാൻ വന്ന ശക്തികൾ പരാജയപ്പെടാൻ പോവുകയാണ്. ദൈവത്തെ സ്തുതിക്കാതെ ജനം ഒരുമിച്ച് ഹിന്ദിപ്പെട്ടാലോചിച്ചപ്പോൾ തല്ലാൻ വന്ന ജാതികൾ കണ്ടത് ഷെഡ് തീ കത്തുന്നു. അവർ തിരിച്ചോടി. കാരണം അവർ എന്റെ പേര് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെഡ് കത്തിയാൽ വിമാനം പിടിച്ചാകുന്നതായി ഉറപ്പാണ്. വിമാനം കത്തിച്ചെന്ന് ഉറപ്പാണ്. ആ ഇവർക്ക് കണ്ടത് തീ കത്തുന്നതായിട്ടാണ്. ദൈവത്തിന്റെ പ്രവർത്തനം. ദൈവമക്കളെ അന്യഭാഷ പറയുന്നതും ആത്മാവ് ശക്തിപ്പെടുന്നതും ഒരു പ്രത്യേക മേഖലമല്ല. ആത്മാവിന്റെ ശക്തി കോട്ടകളെ തകർക്കുന്നതാണ്, ബന്ധനങ്ങളെ തകർക്കുന്നതാണ്, കുലത്തിന്റെ അഭിനകളെ തകർക്കുന്നതാണ്, എല്ലാ കുലത്തെയും തകർക്കുന്നതാണ്. പുഷ്ടി നിമിത്തം കുലം തകരുകയാണ്. ശക്തിയോടെ ഇതുകൊണ്ടൊന്നും ജയിക്കാനില്ല. ഒരു ഞായറാഴ്ച
ആ മനുഷ്യന്റെ ഭാര്യ തൊട്ടടുത്ത ഉപദേശം എന്നെ വിളിച്ച് ഉപദേശിക്കും. ഉപദേശിക്കുന്നത് ഒരു കാര്യം പറയണം. ഞാൻ അറിയിച്ചത് അവരോട് പറയാം, അടുത്ത ഞായറാഴ്ച നിന്നെ ഇവിടെ പ്രസംഗിക്കുന്നില്ല, നിന്നെ പാമ്പ് കടിച്ച് ശവം കൊടുക്കുന്നില്ല. ഒരു സ്ത്രീ പോകുന്നു പറയുന്നു, കടമയോട് കടന്നുപോയത്. ഞാൻ മനസ്സിൽ പറഞ്ഞു, പാമ്പുകളെയും കേടുകളെയും ശത്രുസ്ഥലത്തെ ചവിട്ടുവാൻ ദൈവം അധികാരമുണ്ട്. ഈ സ്ത്രീ ഞാൻ തൊട്ടടുത്തത് എന്നും രാവിലെ കുളിക്കാൻ പോകുന്ന നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർ കുളിക്കാൻ പോയി വിചാരിച്ചു. അല്ല, ഒരു മന്ത്രവാദി പറഞ്ഞു, കടുത്ത മന്ത്രവാദം 41 ദിവസം രാവിലെ പോയി കുളിച്ച് ഈറനണിഞ്ഞ് വന്ന് കൂടോത്രം ചെയ്താൽ 41 ദിവസം എന്നെ പാമ്പ് കടിക്കും, ഞാൻ വ്യത്യാസം പോകും. അപ്പൊ 41 ദിവസം തീരുന്നതിന്റെ തല ഞായറാഴ്ച പുള്ളിക്കാരത്തി അന്തസ്സോടെ പറഞ്ഞത് അടുത്ത ഈ ആരാഴ്ച ഉപദേശം തീരുക, അടുത്ത ആഴ്ച പാമ്പ് കടിച്ചാൽ പോകും. അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപയോളം പെണ്ണിനെ കെട്ടിക്കാൻ വെച്ചിട്ട് കാശ് മുഴുവൻ എനിക്കതിനെ കൂടോത്രം ചെയ്തു. ജാതികൾ കണ്ണു മേടിച്ചു കൊടുത്തു, ബഹളം ഉണ്ടാക്കി, കാശ് മുഴുവൻ തീർത്തു. പക്ഷേ ഒരു നീർക്കോല് പോലും എന്നെ നേരെ കടുത്ത ആഭിചാരത്തിനോ മന്ത്രവാദത്തിനെ തൊടാനൊക്കത്തില്ല. നിന്റെ മേലുള്ള തീയ, നിന്റെ മേലുള്ള വായ്ത്തട്ടം വലുതാണ്. പക്ഷേ ശത്രു അടങ്ങിയിരിക്കത്തില്ല. അസൂയമൂട വിശ്വാസം നിനക്ക് പോരാടിയത് വരാം. പക്ഷേ ജയം തരുന്നവൻ ദൈവമാണ്. ശക്തിയോടെ സ്വന്തമാണ്. സമയപ്പെടുന്ന ചെറുപ്പക്കാരൻ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്. അവന് ഓട്ടോറിക്ഷ കൊണ്ട് ജീവിക്കുക. അവന് ഒരു 2 മാസമായി ഓട്ടോറിക്ഷ തന്നില്ല. ഈ ഓട്ടോറിക്ഷ അവിടെ പോയി മുട്ടുക, തട്ടുക, ഓട്ടോ കിട്ടുന്നില്ല. ഈ അമ്മ മോനും വളരെ വിഷമിച്ചു. ഒരു ദിവസം മുത്തിസായിട്ട് വേണം ഒരു മാസം ഒന്ന് പ്രാർത്ഥിക്കുന്നത്. ഓട്ടോ കിട്ടുന്നില്ല, ഓടിപ്പോയാൽ മുട്ടി 50 കിട്ടിയ 500 രൂപ. ചുമ്മാ ആളുകൾ വാക്കാറുണ്ട്. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു ഡീസൽ ഓട്ടോയാണ്, അതിന്റെ പുറം വലിയ ഡിക്കിയുള്ളത്, അതിൽ പേപ്പർ വൃത്തിയാക്കുണ്ട്. അത് പൊക്കി നോക്കാൻ പറയും. ഒരു 2 മാസം കൊണ്ടല്ല. ആ പേപ്പർ പറഞ്ഞത് പൊക്കാൻ പറയാൻ പൊക്കി നോക്കി പറഞ്ഞാൽ ഒരു പട്ടൻ, ഒരു ചുവന്ന പട്ടൻ ആരോ മന്ത്രവാദി നമ്മൾക്ക് ഇവിടെ കുടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വീട്ടിൽ വെച്ചല്ല, ഒരു റോഡ് സൈഡിൽ വെച്ചാണ് സംഭവം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു പട്ടൻ, ഞാൻ വണ്ടിയിൽ നമ്മൾ വളരെ സ്വതന്ത്രം പാട്ട വലിച്ചെറിഞ്ഞത് ഇത് റോഡാകും. പെട്ടെന്ന് ആ പട്ട് പോയി വീഴും. ഒരു പാണ്ടിൽ പോയി ഈ ചക്രം കൂടുതലുള്ള വണ്ടിയുണ്ട്. ഇത് പെട്ടെന്ന് വന്ന് ഫ്രണ്ട് ടയർ നേരെ കയറിയത് ഈ പാട്ടിന്റെ മുന്നിൽ. കേൾക്കണോ? ആ ലോറി അവിടെ നിന്നു. സ്റ്റാർട്ടാകുന്നില്ല. 2 ഡ്രൈവർമാർ മാറി നോക്കി. 3 ദിവസം കഴിഞ്ഞ് അവർ കെട്ടിവെച്ചാലും പ്രാർത്ഥിക്കുന്നവരെ പണിയുന്ന പോരാട്ടം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവശക്തി അഭിഷേകം ഉള്ളത്തോളം കാലം ഈ ദുർമന്ത്രവാദങ്ങൾ ജയിക്കില്ലെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്വന്തം പറയാ. നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി നിങ്ങൾ തീപഥമാണ്, ആത്മവ്യാപാരമുള്ളവരാണ്. നിങ്ങളുടെ അഭിഷേകം ചെറുതല്ല, ക്ഷീണിച്ചു പോകരുത്, ശക്തിപ്പെടട്ടെ. ഒത്തിരി കാര്യങ്ങളുണ്ട്. വീട് തുറക്കാൻ വേണ്ടി നമ്മൾ
ഈ പാസ്റ്റർ അറിയാം, മാവേലിക്കരെ ചെക്കുകുളങ്ങിയ കണ്ണമംഗലം സ്ഥലം, കണ്ണമംഗലം. അവിടെ PMG എന്ന് പറഞ്ഞ പെന്തിക്കോസ്റ്റ് ഗോസ്പൽ ചർച്ച് ഒരു ചർച്ച. ആ ചർച്ച മനോഹരമായി പണിത് പെയിന്റൊക്കെ അടിച്ച് അവിടെ ആരാധന നടക്കുക. പക്ഷെ ആരാധന വെളിപ്പെടുന്നില്ല. പാസ്റ്റർ വിനോദ് 21 ദിവസം ഉപവാസം വെച്ചു. 21 ദിവസം ഉപവാസം വെച്ചു. ഞാൻ 20ാമത്തെ ദിവസം അയക്കുന്നു. 20 ദിവസം ഉപദേശമാർ പ്രസംഗിച്ചു. എന്തൊക്കെ പ്രസംഗിച്ചു? ഒരു ആത്മപരം ആരാധന വെളിപ്പെട്ടു. 20ാമത്തെ മുതൽ ഞാനും പോയി ശുശ്രൂഷിച്ചു. അവിടെ ഒരു അനക്കം ഉണ്ടായി. ഞാനൊരു ചത്തപ്രസംഗം നടത്തി. സ്വാധീനിക്കാത്ത എനിക്കൊരു സംശയം. പോയ വഴി ഉച്ചയ്ക്ക് ഞാൻ വെണ്ണുമണി താമസിക്കില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് വരാവുന്ന എനിക്കൊരു സംശയം. ദൈവം ഇതൊരു ആരാധന സംഭവം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വൈകിയിരുന്നു. വൈകിട്ട് ചെന്ന് ശക്തമായി സൂക്ഷിച്ചു വന്നപ്പോൾ ഒരു 15 ചെറുപ്പക്കാർ അഭിഷേകം വച്ചു. ആരാധന നിന്നപ്പോൾ 19 വിളിച്ചെത്തില്ല. ചെറുപ്പക്കാർ മാറി പ്രാർത്ഥന വിളിച്ചത് 10-കാരായപ്പോ ആദ്യം ഒരു അമ്മശി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തേച്ച ഇഷ്ടിക വെച്ച് സ്റ്റെപ്പുണ്ടാക്കി തേച്ച് പെയിന്റടിച്ച ഈ സ്റ്റെപ്പിന്റെ ഒരു മൂല അമർത്തിക്കൊണ്ട് ഒരു നിലവിളക്ക് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കും. അമ്മച്ചി ഓടി വരും നിലവിളക്ക്. ഞങ്ങളെല്ലാവരും ഓടി ചെന്നപ്പോൾ സ്റ്റെപ്പ് തകർത്ത ഇടിച്ചു മാറ്റി നിലവിളക്കിനെ ഇത്ര ഇത് കെട്ടില്ല. കണ്ണിനുള്ള കാര്യങ്ങൾ. ഈ ആരാധന വെളിപ്പെടാതെ ബന്ധിച്ച അപ്പുറത്തെ ചെട്ടിക്കുള്ള ക്ഷേത്രത്തിൽ പറഞ്ഞ് ബന്ധിച്ച് നിലവിളക്ക് അകത്താരാധന വിളിച്ചപ്പോൾ ഇരിക്കാൻ വയ്യാതെ തട്ടിപ്പുറത്തു. അഭിഷേകത്തിന്റെ ശക്തി അറിയണം. നിങ്ങളുടെ വീട്ടിൽ ആരാധന ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിഷേകം ഉണ്ടെങ്കിൽ, നമ്മുടെ ആരാധന ശക്തമാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ പിശാച് ഒരുക്കിയിട്ടിരിക്കുന്ന സകല പദ്ധതികളും ക്ഷയിക്കാൻ പോവുകയാണ്. അതിനെ കേട്ടറിയാൻ പോവുകയാണ്. ഈ ആരാധന വെളിപ്പെടുമ്പോൾ തന്നെ അതിനെ ശക്തി ക്ഷയിക്കട്ടെ. ഇത് ചെയ്തത് ആരാണെന്ന് ഈ ഞായറാഴ്ചക്കുള്ളിൽ വെളിപ്പെടും. അടയാളം ഒരു മനുഷ്യൻ കൈ ഒഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഈ ഞായറാഴ്ചക്കുള്ളിൽ ഈ ഓണാവരണം നിങ്ങൾ കാണും. അതൊരു അടയാളമായിരിക്കും. ഒരാഴ്ച ആയപ്പോൾ ഒരു മനുഷ്യൻ ഇത് ചെയ്തവൻ സൈക്കിളിൽ നിന്ന് കൈ കൊടുത്ത് പ്ലാസ്റ്റർ ഇട്ട് ഇറങ്ങുന്നത്. രാത്രി വരെ ഞാൻ സാധാരണ ഒരു പേപ്പറിനകത്ത് പോയി ബൈക്കാണ്. ആ ബൈക്കിന്റെ ടാങ്കിന്റെ മോശം വെച്ച് നമ്മൾ കൊല്ലകളെ മാറ്റി ചെന്ന് ചെയ്തു. അപ്പോൾ സകല വ്യാപനം തകർക്കാൻ ശ്രമിക്കുന്ന നേരിട്ട് ഒത്തില്ലെങ്കിൽ ഉള്ളിലൂടെ പോകാം. നേരിട്ട് തകർക്കാൻ പറ്റിയില്ലെങ്കിൽ ദേശമായി പോകാം. ഇതിനെ ജയിക്കാൻ നമ്മുടെ മേൽ അഭിഷേകം കൂടിയേ പറ്റും. ശക്തിയോടെ സ്വന്തം പറഞ്ഞാൽ കാലാൽ പടയോടുകൂടെ ഓടി ക്ഷീണിച്ചു പോയാൽ പോകും. ക്ഷീണിക്കരുത്. അടുത്ത ഓട്ടം നടക്കുക. അടുത്ത ഇതിനെ കഴിക്കൊള്ളെന്ന് പറഞ്ഞ് ഓടിയേ പറ്റൂ. കർത്താവ് താമസിച്ചാൽ ഈ തന്നെ ആയുസ് ഓടിയേ പറ്റൂ. ഓടിയേ പറ്റൂ. ഒതുങ്ങിയിരിക്കേണ്ടവരുടെ ദൈവമക്കൾ ഓടണം. വിശ്വാസത്തിൽ ഓടണം. ആത്മാവിൽ ഓടണം. ഓടിയേ പറ്റൂ. അടുത്ത ഓട്ടം കാലാൽ പടയോടുകൂടെയല്ല, കുതിരപ്പടയോടുകൂടെ. കണ്ടൽ പർവ്വതത്തിൽ നിന്ന് ആരാധന തീ കൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തി ഏലിയാവ് നേരെ പോയത് മുഴങ്കാലിന്റെ തലയിട്ട് പ്രാർത്ഥിക്കാനാണ്.
എന്നോ വ്യക്തതയില്ലെങ്കിൽ ഒരു പഠിതാവായ വേദപണ്ഡിതൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിരിക്കുകയാണ്. കർമ്മേൽ പർവ്വതത്തിൽ നിന്ന് യോർദാൻ വരെ മനുഷ്യന്റെ കൈ പോലെ വേഗം പൊക്കുമെന്ന് നോക്കാൻ 7 പ്രാവശ്യം പോയത് 304 കിലോമീറ്റർ ദൂരമാണ്. അപ്പൊ 304 കിലോമീറ്റർ ഒരു മനുഷ്യൻ നടക്കാൻ എത്ര ദൂരം വേണോ, സമയം വേണോ, അത്ര സമയം ഏരിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതാണ് ആ സമയം. എത്രമാണ്? 304 കിലോമീറ്റർ ഇവിടെ നിന്ന് എവിടെ പാലക്കാട് കഴിഞ്ഞ് ഭയപ്പെട്ടുകൊണ്ട് പോയി. അത്രയും ദൂരം സൈക്കിളിനും അല്ല കാറിനും ഇല്ല ഒരു മനുഷ്യൻ നടന്ന് പോയിട്ട് വരുന്ന സമയം ഏലിയാവ് മുഴങ്ങാനിരുന്നു. എന്തിനാ ഇരുത്തിയെന്നറിയാമോ? നീ കാലാപ്പടയെ ഒരു പ്രതികൂലത്തെ ജയിച്ചു, ഒരു പോരാട്ടത്തെ ജയിച്ചു. ഇനി നീ നേരിടേണ്ട പോരാട്ടം കുതിരയുടെ മുമ്പിലാണ്. അതിനെ ജയിക്കണമെങ്കിൽ ഇരുന്നേ പറ്റൂ. ദൈവദാസൻ ആത്മനിയോഗപ്രകാരം ഈ പ്രാർത്ഥന ഇവിടെ വെച്ചത് വെറുതെയല്ല. ചില കുതിരകളോടുകൂടെ ഓടാനുള്ള ആത്മശക്തി പ്രാപിക്കേണ്ടതിന് ദൈവം ഈ പ്രാർത്ഥന ക്രമീകരിച്ചതാണ്. ഇതിന്റെ പുറകിൽ ചിലരെ അഭിഷേകം അഭിനയിക്കാൻ പോവുകയാണ്. ചില രോഗബന്ധനം ഒഴിയാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അടുത്തത് ഈ കുതിരകളാണ്. കുതിരകളെ കുറിച്ച് നമുക്കറിയാം. കുതിര ശക്തി അളക്കുന്നതാണ് കുതിരശക്തി, ഹോഴ്സ് പവർ. മോട്ടറുകളെല്ലാം അളക്കുന്ന കുതിരശക്തി. 1 HP 2 HP എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി അളക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ അച്ഛന് ഏലിയാവിന് മുമ്പിൽ 6 കുതിരയോ 4 കുതിരയോ എനിക്കറിയത്തില്ല, കുറഞ്ഞ കാരണങ്ങളാണ്. ഈ കുതിരയെ കുറിച്ചൊന്ന് പറയാം. കുതിര കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വായിച്ച് വേറെ ഭാഗം മനസ്സിലാക്കിയപ്പോൾ കിട്ടിയത് കുതിരയെ കുറിച്ച് എത്തിയിരിക്കുന്നത് ഒരു പുഴയുടെ തീരത്ത് 100 കുതിരകളെ പുഴയിലേക്ക് നോക്കി നിർത്തും. ഒരു ചരട് കേട്ട് 100 ചരട് കേട്ട് നിർത്തും. ഈ പുഴയോട് നോക്കി നിർത്തും. 7 ദിവസം ഈ കുതിരയ്ക്ക് വെള്ളം കൊടുക്കത്തില്ല. 7 ദിവസം. 7ാം ദിവസം ഉടമസ്ഥൻ വന്ന് ഈ കുതിര അയച്ചു കൊടുക്കുമ്പോൾ 2, 3, 4 കുതിരകൾ മാത്രം ഇവിടെ നിൽക്കും. ബാക്കി കുതിരകളെല്ലാം വെള്ളം കൊടുക്കും ദാഹിച്ചു. അപ്പൊ യജമാനനെ അനുസരിച്ച് 7 ദിവസം വെള്ളം കുടിക്കാതെ ദാഹിച്ചിട്ടും യജമാനൻ പോകുന്ന കൂടെ മാത്രം പോകാൻ സമർപ്പണമുള്ള 3 or 4 കുതിരകൾ. ഇതിനെയാണ് രാജാവിന്റെ രഥത്തിന് കിട്ടുന്നത്. അപ്പൊ ഏലിയാവ് കുതിരയുടെ പുറകെ ഓടി നോക്കുമ്പോൾ കുതിരയുടെ ആടും മനസ്സിലായി. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട 100 കുതിരയെ നോക്കിയാൽ 4 എണ്ണമായിരിക്കും യജമാനെ പൂർണ്ണമായി വിധേയപ്പെട്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം പറയാം. അവർ വിശ്വസിക്കുന്നത് രാജാക്കന്മാരുടെ കുതിരയുടെ മേൽ ദേവന്മാരുടെ ആത്മാവ് വ്യാപരിക്കുന്നു എന്നാണ്. ദേവന്മാരുടെ ആത്മാവ് ഈ രാജാവിന്റെ കുതിരയെ കൊണ്ടുവന്നു. സാധാരണ ആത്മാവ്, ദേവന്മാരുടെ ആത്മാവ്. അപ്പൊ ദേവന്മാരുടെ ആത്മാവുള്ള സമർപ്പിക്കപ്പെട്ട ചില കുതിരകളാണ് രാജാക്കന്മാരുടെ എണ്ണത്തിന് കൊണ്ടുവന്ന. സാധാരണ കുതിരയല്ല. പിണറായി സാഹചര്യം സെക്യൂരിറ്റി വന്ന് സെറ്റ് പോയി. ഇത് 2 സെറ്റായിരിക്കുക. എല്ലാവർക്കും ഭയങ്കര സെക്യൂരിറ്റിയാണ്. കാറ് എല്ലാം ബുള്ളറ്റ് വാഹനങ്ങൾ തന്നെ ഓടിയിടുന്നതാണ്. ഇപ്പൊ രാജാവിന്റെ കുതിര പേട്ട് കുതിരയല്ല, ഏതെങ്കിലും ഒരു കുതിരയല്ല, ദേവന്മാരുടെ എന്നൊരു വിശ്വാസങ്ങളുണ്ട്. അപ്പൊ സാധാരണ കുതിരയല്ല, ദേവന്മാരുടെ. നമുക്കറിയാവുന്നു ഈ ദേവന്മാരുടെ
മൃഗങ്ങളൊക്കെ പണ്ടൊരാൾ പറഞ്ഞു യേശു ക്രിസ്തു കഴുതപ്പുറത്ത് കയറിയത് അല്ലേ? അതോ കുതിരപ്പുറത്തോ? അപ്പൊ ഒരാൾ ചോദിച്ചു വായിപ്പോലെ ആന ഉണ്ടായിരുന്നില്ല, സിംഹം ഉണ്ടായിരുന്നില്ല, യേശുവിനെ അവതരിപ്പിച്ചായിരുന്നു ആർക്കും കൊണ്ട് കഴുത കയറിയത്. അപ്പൊ ഒരാൾ പറഞ്ഞു 33 ദേവന്മാരും ഓരോ മൃഗത്തെ മുക്കിയിരിക്കും. ഒരാളെ ആന, ഒരാളെ പുലി, ഒരാളെ എലി, എലി പുലി എല്ലാം ഓരോ പുള്ളി മുക്കിയിരിക്കുക. ഇവരാരും മുക്കിയാന്ന് പറഞ്ഞോളൂ കഴുത. ബാക്കി മുഴുവൻ എലിയെ പിടിച്ചാൽ പറയും എന്റേതാ, പുലിയെ പിടിച്ചാൽ പറയും എന്റേതാ, സിംഹത്തെ പിടിച്ചാൽ പറയും എന്റേതാ. ഈ പുലികളെല്ലാം മുക്കിയിരിക്കുക. ഇവരാരും മുക്കിയാന്ന് പറഞ്ഞ പുലികളും. അപ്പോ ഈ കുതിരയ്ക്കുമുണ്ട്. അപ്പൊ ഈ ദൈവങ്ങളുടെ ആത്മാവെ അറിയും. അത് യെശയ്യാവ് ഒന്ന് വേണം വായിച്ചു തെളിയിച്ചെന്ന് പറയാം. യെശയ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായം 2-ാമത്തെ ഭാഗം. ദൈവമല്ല, അവരുടെ കുതിരയുടെ ആത്മാവല്ല, അവരുടെ കുതിരകൾ. അപ്പൊ അന്നത്തെ കാലത്തൊരു ചിന്തയുണ്ടായിരുന്നു, രാജാക്കന്മാരുടെ കുതിരകൾ, ഇസ്രായേലിലെ കുതിരകൾ ദേവന്മാരുടെ ആത്മാവുള്ളതാണ്. എനിക്ക് 3 മനസ്സിലാവുന്നുണ്ടോ? പരാമർശമാണ്. അപ്പൊ ഏരിയ ഓടിയ കുതിര എന്താണെന്ന് മനസ്സിലായോ? കുതിരകളോടുകൂടി ഓടണം. നമ്മുടെ 3 കാലാപ്പടയെ ജയിച്ച പുള്ളി കുതിരകളോടുകൂടി ഓടണം. ഏത് കുതിര? അസാധാരണമായ ശക്തിയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട യജമാനന്റെ കൂടെ നിൽക്കുന്ന ദേവന്മാരുടെ ആത്മാവോട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം കുതിരകൾ ജനവുമാണ്. പ്രാർത്ഥിക്കുന്ന ഏരിയാവേ, കണ്ണിൽ നിറങ്ങി വരുമ്പോ നിന്റെ മുമ്പിലുള്ളത് ഉദാരബലവാസിയാ. നിന്റെ ലക്ഷ്യത്തെ തടയാ, നിന്റെ മുന്നേറ്റത്തെ തടയാ, നിന്റെ മിനിസ്ട്രിയെ തടയാ. ഉദാരബലവാസിയാ. നിന്റെ മുമ്പിൽ ഓടുന്ന ചില കുതിര ശക്തിയുണ്ട്. അതിനെ ജയിക്കാനായിട്ടുണ്ട്. ആഹാബിന്റെ രഥവും കുതിരകൾ നിൽക്കുന്നു. ഓട്ടം ആരംഭിക്കുക. ഈ മനുഷ്യനോട് അസാധാരണ പരിപാടികളൊന്നുമില്ല. കർമ്മേൽ പർവ്വതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ബലവും ദൈവം പകർന്ന ആത്മാവിന്റെ ശക്തി കുതിരയുടെ പുറകെ ഓടാൻ തുടങ്ങി. ഇത് മനസ്സിലിച്ചോണ്ട് വേണം ആ ഓട്ടം ശ്രദ്ധിക്കാൻ. ആഹാബ് ജലം കൂട്ടി ഓടിയോ മഴ നിന്നെ തടുക്കും. അപ്പൊ ഇത്ര ശക്തമായ പ്രാക്ടീസുള്ള ദേവന്മാരുടെ ആത്മാവുള്ള പടക്കുതിരകൾ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ, യോർദാൻ കടക്കേണ്ടവന്റെ മുമ്പിൽ യോർദാൻ കടത്താതിരിക്കാൻ, ഇവിടെ ഒതുക്കാൻ ഈ പടക്കുതിരന്റെ മുമ്പേ പോകുമ്പോൾ ഓർത്തോണം, ദൈവം നിന്റെ കൂടെയുണ്ട്. അപ്പോൾ യഹോവയുടെ കയ്യ് ഏലിയാവിന്റെ മേൽ വന്നു. ശക്തിയോടെ സ്വന്തം പറഞ്ഞ് ഈ 100 അങ്ങനെ ശ്രദ്ധിക്കണം. ഏലിയാവ് യോർദാൻ കടക്കണ്ടയാണ്. കടന്നിട്ടുണ്ടോ യോർദാൻ? ഏലിയാവ് കടന്നത് ആണോ? നീ ഇന്ന് യോർദാൻ കടന്ന കാളാറോട് തോറ്റുപോയാൽ, കുതിരകളോട് തോറ്റുപോയാൽ യോർദാന്റെ തൊട്ടുപിടിക്കുന്നു. അപ്പൊ യോർദാൻ കടക്കണം. യോർദാൻ കടന്നാൽ ശ്രദ്ധിച്ചോണം. ഞാൻ പിന്നെ പറയാം, കൂടുതൽ പറയാം. യോർദാൻ കടന്ന് അക്കരെ കയറിയാൽ
സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വവും അഗ്നിക്കുതിരയും താഴോട്ടിറങ്ങി വന്ന് ജീവനോടെ കൊണ്ടുപോകണമെന്നോ. അതാണ് വെളിപ്പെടുന്ന വാക്യം. യോർദാൻ കടന്നു ചെല്ലുന്നവരെ ആ കിഴക്കേറിയ സ്വർഗത്തിൽ നിന്ന് തീക്കുതിര ഇറങ്ങി വന്ന് പൊക്കിക്കൊണ്ടുപോകേണ്ട ഏരിയാവേ അത് സംഭവിക്കാതിരിക്കാൻ, ആ വാഗ്ദത്തം നടക്കാതിരിക്കാൻ, നിന്നെ അങ്ങോട്ട് വിടാതിരിക്കാൻ, കുതിരപ്പട നിനക്കെതിരെ നിന്റെ മുമ്പിൽ യുദ്ധം ചെയ്യുമ്പോൾ നീ തളർന്നു പോകണ്ട. ഇന്ന് വരാനും ഒഴുകുന്ന ദൈവത്തെ, ശക്തി പകരുന്ന ദൈവത്തെ, ദൈവത്തിന്റെ കൈ വന്നു. യോർദാൻ കടന്നാൽ പിന്നെ നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം പിന്നെ വായിക്കാം. ഇവിടെ സ്വർഗത്തിന് അഗ്നിമയമായ ഏതോ കുതിരയിൽ വന്ന് ഏരിയാവ് ഈ വാക്യത്തെ കിടക്കുക സംഭവിക്കേണ്ടതാണ്. അപ്പൊ ശത്രു മനസ്സിലായി ഇവിടെ തോപ്പിച്ച് കാലാൾപ്പെടെ ആ വിചാരം ചെയ്ത് കുറ്റവും പറഞ്ഞ് അവരെ യുദ്ധത്തിൽ തോപ്പിച്ച് ആരാധനയെ തോപ്പിച്ച് ആരാധനയെ തോപ്പിച്ച് തീ കൊണ്ട് ഉത്തരവള്ളി ആരാധിക്കേണ്ടവൻ വേണ്ടെന്ന് വെച്ച് മടിച്ച് വീട്ടിൽ നിന്ന് ആരാധനയെ തോപ്പിച്ച് കുതിരകൾ ഓടി അവിടെ പരാജയപ്പെടുത്തി അവസാനം യോർദാൻ എവിടെ നക്കരയ്ക്ക് പോകാതെ കണ്ണും വീഴ്ച നിൽക്കണം. ഇതാണ് വിശാലിന്റെ പരിപാടി. നമ്മുടെ ആത്മീയതൊന്ന് മനസ്സിലാക്കണം. നമ്മെ വിളിച്ചത് അക്കരെ കൊണ്ടുപോകാനാണ്. ഇവിടെ കയറി വഴിവീഴുന്ന ശബ്ദം അല്പകാലത്ത് കേൾക്കേണ്ട സമയമായി, അവിടെ ഓടിയെത്തേണ്ട സമയമായി. എന്നാൽ അവിടെ എത്തിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ശക്തികൾ അങ്ങോട്ട് വലിക്കുന്ന ആ വിചാര ശക്തികൾ, കൂടെ നടക്കുന്ന ശക്തികൾ, കുതിര ശക്തികൾ ഇതിനെതിരെ പോരാടുമ്പോഴോത്തോളം ഇവിടെ തോറ്റുപോകത്തില്ല എന്ന് വാഗ്ദത്തമല്ലാണ്. അപ്പൊ ഇത്രയും വലിയ കുതിരകളെ എതിരെ ഇറക്കിയത് ഇസ്രായേൽ ചെല്ലുന്നതിന് മുമ്പ് ഇവിടെ പിന്മാറി തുമ്പോറ്റിൽ അഭിവൃദ്ധിയായി. കുതിര ജയിച്ചാൽ കർമ്മേലി ജയിച്ചവൻ ഇവിടെ തോറ്റെന്ന് പാടുപാടാണ്. തോറ്റ പാട്ടുപാടിയ ചരിത്രം പഴയ നിയമത്തിലുണ്ട്. നമ്മളത് സംഭവിക്കുന്നത് തോറ്റുപോയവരുടെ പാട്ടുപാടി ചരിച്ച ആളുകൾ പുസ്തകത്തിലുണ്ട്. ഇറങ്ങി തിരിച്ച് നന്നായിരുന്നു. കൈവിയെ തേടി ഇറങ്ങിയതാണ്. എനിക്ക് പ്രവാചകന്റെ എടുക്കണം. തലയിൽ വീഴുന്നത് രാജകീയ അഭിഷേകമാണ്. സിംഹാസനവും തലപ്പാവും തൊപ്പിയും കിരീടവും ധരിച്ചതാണ്. പക്ഷേ ഓട്ടമോടി അവസാനം ചെന്നത് പർവ്വതത്തിൽ സ്വന്തമായി പട്ടുപോയപ്പോ ഇവിടെ കൊണ്ട് പരാജയപ്പെട്ട ഒരു ചരിത്രം എഴുതുമ്പോൾ പരാജയപ്പെട്ടവരുടെ ചരിത്രമല്ല, ഓടി ജയിക്കാൻ സ്വന്തമല്ല. കന്യകമാർ സ്ത്രീകൾ ഇതറിയുന്നത് യഹോവ പർവ്വതത്തിൽ മഞ്ഞും മഴയും ആദ്യത്തെ രാജാവാണ്. കിരീടമുണ്ട്, കസേരയുണ്ട്, അധികാരമുണ്ട്. പക്ഷേ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല. യുദ്ധം മുഴുവൻ അഭിഷേകത്തിലുണ്ടായി, പോരാട്ടം മുഴുവൻ
അഭിഷേകമുണ്ടായിരുന്നു. സ്തോത്രം. പോയത് മന്ത്രവാദിസ്ഥിതിയുടെ അടുക്കലാണ്. എത്രയോ തകർച്ചകൾ തനിക്കുണ്ടായി. ഞങ്ങളുടെ കൂട്ടിച്ചേർന്ന ചേരുന്ന കൂടാണ്. ഒരിക്കൽ ശബ്ദമില്ലാതെ ചെന്നത് വിളിപ്പിച്ച പാട്ടിലെടുക്കില്ല. ഒരിക്കൽ പോയപ്പോൾ അവസാനം എന്താ സംഭവിച്ചു? അക്കരെ എത്താതെ ഇക്കരെ പട്ടുപോയി ഗിൽബോവ പർവ്വതത്തിൽ പട്ടപ്പോൾ പട്ടുപോയവരുടെ ചരിത്രമില്ല. നാം ഓടി തോൽക്കേണ്ടവരല്ല, ഓടി ജയിക്കേണ്ടവരാണ്. ഇവിടെ അതും പറഞ്ഞ് ഇതൊക്കെ ആ കാര്യം ഈ കാര്യം ഉള്ളി കൊടുത്ത കാര്യം പറഞ്ഞ് പിണങ്ങി യോജന വല്ലാതെ കൂടെ കൊഴേണ്ടവരല്ല. പറഞ്ഞു ഞാനിവിടുന്ന് കർത്തവേശ്വരത്താൻ പോയി ഒന്നിച്ച് പോയത്. എഴുന്നേറ്റത് ഭാഗമായി ചുമല കൊടുക്കാന്ന് പറഞ്ഞപ്പോ രണ്ട് സഹോദരന്മാരും അച്ചായന്മാരും ഇതിനെ കശല കളിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാതെ ആ മൂന്ന് കൊടുക്കാൻ പ്രയാസം. അതുകൊണ്ട് ഈ പുളി ഇങ്ങോട്ട് വരുമ്പോൾ ഈ പുളി അതിലൂടെ അവിടെ ചെല്ലുമ്പോൾ ഇതിനാൾ കറങ്ങി ഇവിടെ എന്നതൊക്കെ നേരിട്ട് ഉമ്മ കൊടുക്കുകയാണ്. മനപ്രയാസമുണ്ട്. കത്തുമേശയെടുത്ത് പക്ഷേ ഹൃദയം നല്ലതല്ല. ഒരു വിശുദ്ധത്തിന് കൊടുക്കാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നോട്ട് പുതിയ അന്തര എഴുന്നേറ്റ് മാത്രം അത് കഴിയുന്നതാണ്. അങ്ങനെ ചില കുട്ടികളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കേസാണ്. ഹൃദയം കൊണ്ട് ആത്മാർത്ഥതയില്ലാതെ ദൈവത്തെ വിളിച്ച സ്വർഗ്ഗം മാത്രമല്ല, ഇവിടെ കൈയിടപ്പെട സാധ്യതയുണ്ട്. ധീരനായ ശൂരനായ എല്ലാവരെക്കാളും തോൽവിയോടെ കൂടിയ നല്ല ഗോത്രത്തിൽപ്പെട്ട കാശുടെ അച്ഛന്റെ മോനെ നിന്നെയാണ് ദൈവവും നാം അഭിഷേകം ചെയ്തത്. സ്തോത്രം. നിനക്ക് എന്തിന്റെ ഉറപ്പമായിരുന്നു? പണമില്ലായിരുന്നു, സൗന്ദര്യമില്ലായിരുന്നു, അധികാരമില്ലായിരുന്നു, പണപ്പണവും കിരീടമില്ലായിരുന്നു. എന്തു പറ്റിയത് അഭിഷേകനോട് നിരന്തരം പോരാടിയത് മാത്രമല്ല, വെളിച്ചപ്പാടത്തിനടുത്ത് പോയി ജീവിതം സൂക്ഷിക്കാനുകൊണ്ട് ഇവിടെ പട്ടുപോയി. ഒരാളെങ്കിലും ഇന്ന് പകലിൽ ഹൃദയം കൊണ്ട് ക്രമീകരണം പ്രാപിക്കാറുണ്ട്. ഈ പ്രാർത്ഥനയിൽ ഇവിടെ ഇരുന്ന് സംഭവിക്കണം. സ്തോത്രം. ഞാന് ഐപിസിയുടെ 60 കുടുംബങ്ങളൊരു സഭയിൽ ശുശ്രൂഷിക്കുന്നു. അവിടെ ചെന്നപ്പോ നേരത്തെ നമ്മുടെ ഒരമ്മമ്മ പുറകിരിക്കുന്ന അമ്മാവിന് മുന്നിരിക്കുന്ന അമ്മ കസേരയുടെ അറിയുന്നത് ദേശം അമ്മമ്മ ചെയ്യരുത്. കാശുള്ള അച്ഛൻ്റെ ഭാര്യ പിന്നെ അവർ ലോകത്തിന് വരാതെ പ്രശ്നമാണ്. പിന്നെ ദൈവദർശനം 6 മാസം ഇരിക്കുന്ന എല്ലാ മാസവും സർവമാസമാണ്. എന്നാലും പ്രശ്നം തീർന്നു. ഞാനവിടെ ചെന്ന് ചാർജെടുത്ത എന്നോട് പറഞ്ഞ കർത്തവേശ്വ നമ്മൾ 2 മാസം പഠിച്ചിട്ട് നടത്താം. പഠനം നടത്തിയില്ല. ആദ്യത്തെ കർത്തവേശ്വരുടെ ഒറ്റ പ്രസംഗം ജനത്തെ മുമ്പിൽ വിജയിച്ച് പ്രസംഗിച്ചു. ആരോട് ചുമല കൂടാൻ കേട്ട് പറയാൻ പറഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോൾ പ്രസംഗം തീരുമ്പോൾ എഴുതാക്കാൻ തുടങ്ങി. ഞാൻ പ്രശ്നമായി എഴുതി പോവുകയാണോ കൂടിയിട്ട് എഴുതി പോകാനല്ല. ഞാൻ നോക്കിയപ്പോൾ അമ്മമാരത് കെട്ടിപ്പിടിച്ച് ചുമല അച്ഛന്മാരെ കെട്ടിപ്പിടിച്ച് ചുമല ഒരാൾ പറയാതെ ഒറ്റ പ്രസംഗത്തിൽ പ്രശ്നം പരിഹരിക്കണം. വചനം ഏറ്റെടുത്താൽ അപ്പം
വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആത്മാവിന്റെ നടന്നിട്ടില്ല, വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് പലതും കണ്ണും കേട്ടും പറഞ്ഞും ചെയ്തും ഒക്കെ കുറച്ചൊക്കെ പോരാണ് നമ്മുടെ അകത്ത്. ഇച്ചിരി വൈകാരിക ഇച്ചിരി വിദ്വേഷം കൈ കൊടുക്കുമെങ്കിലും തത്വത്തോടെ ചിലപ്പോൾ കൊടുക്കുന്നില്ല. മുഖതാപം കാണാൻ കൊടുക്കാതിരിക്കാൻ എങ്ങനെ ഉള്ളിലുള്ളിൽ ഇച്ചിരി സാധനം, ഇച്ചിരി കലിപ്പ് ഇത് വെച്ചോണ്ട് എത്ര നാൾ പോകും? ഞാൻ പറയാറുണ്ട്, സമയപ്പഴ ആളുകൾ കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ 4 മാസം വീട് രോഗിയായി കട്ടിടം കിടന്നാൽ പ്രാർത്ഥിക്കാൻ ഒട്ട രക്തബന്ധത്തെ കാണുന്നത്. പ്രാർത്ഥിക്കാനായി വിശുകാരെ കാണുന്നത്, ശാരദാനെ കാണുന്നില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ കൂടെ ഇരിക്കുന്ന ദൈവമക്കൾ വേണം, കരയാൻ ആ ദൈവമക്കൾ വേണം, പെട്ടിയെടുക്കാൻ ആ ദൈവമക്കൾ വേണം, കൂടെ നിൽക്കാൻ ആ ദൈവമക്കൾ വേണം, പ്രാർത്ഥിക്കാൻ ആ ദൈവമക്കൾ വേണം. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആരോടെങ്കിലും കൈപ്പുണ്ടെങ്കിൽ അത് വിട്ടുകാരും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ചോണ്ട് പോയ വലിയ പ്രശ്നം. ഇതൊക്കെ ഞാൻ പറയാൻ വന്നതല്ല. ഇന്നത്തെ ദൈവം നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ശരീരത്തിൽ പല പറഞ്ഞു. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ കൃത്യമായി നിലക്കാതെ എന്റെ അസ്ഥികൾ ആരോടും ഉണ്ടായിരുന്നു. പല ചിന്തയുണ്ട്. ഒന്ന് ദൈവത്തോട് മിണ്ടാതെ സ്വതന്ത്രം പറഞ്ഞാൽ ഇന്നും അസ്ഥി ചെയ്യായിരുന്നു. കണ്ട് തൊട്ടടുത്തിരിക്കുന്ന സൗകര്യമായിട്ട് മിണ്ടാതെ അന്വേഷിക്കുന്നപ്പോഴും അസ്ഥി. ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ജനറൽ കൺവെൻഷനിൽ എനിക്ക് കാത്തിരിക്കാൻ മാത്രം അവസരം കിട്ടി. ഞാൻ 14 പേര് ആ യോഗത്തിലുണ്ട്. കാത്തിരിപ്പത്തിന്റെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഭയുടെ പ്രധാനപ്പെട്ട സമിതി, ആ സഭയുടെ സഭയുടെ പ്രധാനമാണ് നന്നായിട്ട് നൃത്തത്തിലാണ് തുള്ളിയാണ്. ഒത്തിരി പേര് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒന്ന് കൈവച്ചേക്കാം. ഞാൻ കൈവച്ചപ്പോ ഈ 2 വർഷം വിളിക്കുന്നത് ഞാൻ പോകുന്നില്ല. ഞാനോട് പോകാൻ വരാൻ പറഞ്ഞിരുന്നു. എന്റെ സംഭവം പറയാം. കറങ്ങി ഞാൻ നിലത്ത് വീട് പറയുക, ഇന്നലെ പായലിരിക്കുന്നു. അടുത്തൊറ്റ പായലിരിക്കുന്ന കൂട്ടു സഹോദരനോട് ഇവിടെ പിന്നിട്ട് കൊല്ല എട്ടായത് സഭയുടെ 1ാമത്തെ സ്ഥാനമാണ്. സുസമാമി എന്ന് പറഞ്ഞാൽ ആ സഭയുടെ പറഞ്ഞ തലയിലും കൊണ്ട് സുസമാമം പറഞ്ഞതിനപ്പുറം സഭയില്ല. സെൻട്രലിലെ ഭാഷമാർക്ക് സുസമാമം വലിയ കാര്യമാണ്. പൊതുവിനെല്ലാവരും നല്ല ഹായികാരിയാണ്. ഈ പൊതുവിനെല്ലാവരും വലിയ ഹായികാരിയാണ്. വ്യക്തിപരമായി യാഥാർത്ഥ്യകാര്യം പറയാം. ഇത്രയും ആളുകളുടെ മുന്നിൽ ഈ സഹോദരി നിന്ദിക്കപ്പെട്ടു. ആരാധിച്ച സ്ത്രീ ഉരുണ്ട് വീട് ഇറങ്ങിട്ട് പറയാൻ ഞാൻ പോകത്തില്ല, ഞാൻ ചെന്താ പോകാത്ത പറയാ. ഒരു പായലിരിക്കുന്നതിന് അവളുമായി തിണ്ടിയിട്ട് കൊല്ലമാണ്. ഞാൻ ഒറ്റ വാക്കുകൊണ്ട് നേരത്തെ ലോകസഭ വെച്ചിട്ട് കുഞ്ഞനാമേ പല ഓൾറെഡി ക്ഷമിക്കണീന്ന് പറഞ്ഞു. സംഗതി എതിർക്കുന്നത് ഇത് 8 കൊല്ലം വെച്ചോണ്ട് നടന്നപ്പോ ആ സെന്റർ വന്നു, സ്റ്റേറ്റ് വന്നു, 450 പേര് പറഞ്ഞു ഇത്ര നാൾ തുല്യമൊക്കെ ആത്മാവില്ല. നമ്മുടെ ഉള്ളിലെ കൈപ്പറ്റുന്നല്ല നാളെ പരസ്യമായി അതിന് മുമ്പ് ഈ വ്യാഴാഴ്ച മകനെ ഇവിടെ ഇരുന്നോട് തന്നെ കർത്താവ് എനിക്ക് കൈപ്പും വേദന പ്രയാസം എങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ അറിയാതെ എന്റെ വേദന എങ്കിലും ഈ മൂന്നിന്റെ മുമ്പിൽ ഞാനത് വിട്ടുകളി. ശക്തിയോടെ
ഇങ്ങോട്ട് തന്നെ. എങ്കിലും എന്നെ കുറിച്ച് അവൾ അങ്ങനെ പറഞ്ഞു. എന്റെ കൊച്ചിനെ മനസ്സാകാതെ ഒറ്റ വിളിച്ച് മറ്റുള്ളവർക്ക് വളരെ എങ്ങനെയും വിചാരിച്ചതല്ല. എന്നെ അകത്ത് കിടക്കൊണ്ട് നടത്താൻ സംഭവിച്ചെങ്കിലും ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളത് കുട്ടികളെ എനിക്കൊരു പ്രശ്നമുണ്ട്. അതിന്റെ ദൈവത്തിന്റെ കൈയൊപ്പ് വരും. തലപ്പൊക്കോ പിന്നീടോടോ കൂടി ഞാനൊരു അവസാനം ഏതെങ്കിലും അക്കരെ കയറി സ്വർഗീയ രഥത്തിൽ കയറി പോകണവനാണ്. സാത്താൻ അറിയാം അവൻ ഇവിടെ തടയണം. അതിന് കാലാൽപ്പെടെ ഒരുക്കി ഓടി 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 എഴുതിയാണ്. ആഹാബിന്റെ രഥത്തിന്റെ പുറകിലേക്ക് ഓടി ചെന്നെത്തിയുടെ മുമ്പിലാണ്. ഇന്ന് പലതി പണ്ടേ പുറകിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഫലപ്പെടേണ്ട. മുന്നിലെത്തിക്കുന്ന ദൈവത്തിന് സ്വാഗതം. ദൈവം മുന്നിലെത്തിക്കുമെന്ന് ഉറപ്പാണ്. ശക്തിയോടെ സ്വാഗതം. ആരെയും സോപ്പിടാനും കാല് കുടിക്കാനും ഒന്നും പോകാനോ പല സ്ഥാനങ്ങളിൽ കിട്ടാമോ എന്ന് തോന്നുന്നു. താമസിക്കേണ്ട ദൈവജന തീരെ വെളിപ്പെടുത്തുന്നു. പുറകിൽ ഓടി തുടങ്ങി എത്തിയത് മുൻപിലാണ്. ഇപ്പം പലരും നിന്റെ മുമ്പിൽ കയറി ഓടിക്കണം. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഓടിക്കണം. അടുത്ത കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് ഇറങ്ങിയ കുട്ടികൾ മുമ്പിൽ ഓടിയെത്തില്ല. വിഷമിക്കണ്ട. ഏലിയാവേ നിനക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ആഹാബിന്റെ രഥത്തിന് പോയി ഓടി പോവാൻ കുതിരകളെ ജയിക്കാൻ പോവുകയാണ്. അടുത്ത് പറയുമ്പോ നമ്മുടെ ദൂത സമിതിയും വൈകിട്ട് അഭിഷേകവും ആത്മസ്നാനവും ഒക്കെയാണ്. ആരാധിക്കാൻ വേണം, ഉത്സാഹത്തോടെ വേണം, കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം, ശക്തിപ്പെടണം, നഷ്ടപ്പെട്ട അഭിഷേകം പുതുക്കണം. മൂന്നാമത്തെ കാര്യമാണ് യോർദാന്റെ കുത്തൊഴുകിലെത്തി. ഞാൻ വായിച്ചത് കാലാൽപ്പഴോട് ക്ഷണിച്ചു പോയാൽ കുതിരകളോടുകൂടെ കുതിരകൾ നമ്മൾ ജയിച്ചു. ആരാധനയെ ജയിച്ചു കഴിഞ്ഞാലോ കുതിരകളെ ജയിച്ചു. അങ്ങനെ യോർദാന്റെ കുത്തൊഴുകയാണ്. യോർദാന്റെ കുത്തൊഴുകി ഏലിയാ പ്രദേശിക്കുന്നു. ഇതോടെ കടന്നാൽ അടുത്ത സ്വർഗീയ ജലം വരിക. ഇവിടെ തളർക്കാവുന്നതാണ്. യോർദാന്റെ മധ്യേ വന്നപ്പോൾ മോശയുടെ കയ്യാണെങ്കിൽ ഒരു വഴിയുണ്ടായിരുന്നു, ചെങ്കട കിടക്കാൻ. യോശുവയുടെ കയ്യിലായിരുന്നെങ്കിൽ പുരോഹിതന്മാരും പെട്ടതുണ്ടായിരുന്നു. അല്ലേ? പറയാമോ? ഏലിയാവിന്റെ കയ്യിൽ പെട്ടതോ ഇല്ല, വഴിയില്ല. യോർദാൻ കടന്നേ പറ്റും. അത്ര വഴി കൊണ്ടുതരാനും പെട്ടെന്ന് കൊണ്ടുതരാൻ വഴി നടന്നില്ല. അതിന് കൈവച്ച് പ്രാർത്ഥിക്കാൻ മാഷന്മാരെ കിട്ടുന്നില്ല. സ്വതന്ത്രം ഇവിടെ ശ്രദ്ധിച്ചോളെ. ആ യോർദാന്റെ വക്കിലെത്തിയപ്പോൾ അടുത്ത കുതിരയാണ് തന്റെ മേലിരുന്ന പുറപ്പ് മടക്കി യോർദാനെ അടിച്ചു. ഇന്നപ്പാണ് യോർദാൻ കടക്കുക. ഭക്തനായ സഹായമല്ല, നിന്റെ മേൽ ഭാരപ്പെട്ട അഭിഷേകം, നിന്റെ മേൽ ഭാരത പുറപ്പ് അടിച്ചാൽ യോർദാൻ വഴിമാറാൻ പോകുകയാണ്. ശക്തിയോടെ
Hallelujah. Yes. Yes. ഒറ്റപ്പെട്ടത് ഒറ്റപ്പെടുത്തും. നീറുന്ന ഹൃദയമായി നീ നടന്നു. പരിശുദ്ധാത്മാവ് കാണുന്നു. ഒരു മറുപടി വെളിപ്പെടുന്നത് പോലെ ദൈവാത്മാവ് ചില പ്രാർത്ഥന